കണ്ണൂർ താഴെച്ചൊവ്വ തങ്കക്കുന്നിൽ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ മണ്ണിടിച്ചിലുണ്ടായി. ആറ്റടപ്പ സ്വദേശി ഷീവയുടെ വീടാണ് തകർന്നുപോയത്. സമീപത്തെ മറ്റൊരു വീടും ഇപ്പോൾ അപകടാവസ്ഥയിലാണെന്ന് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരുകയാണ്. സജോ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കാര്യമായ മണ്ണിടിച്ചിലാണോ സജോ? ആദ്യം അത് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. SKN കണ്ണൂർ താഴെച്ചൊവ്വ തങ്കക്കുന്നിലാണ്. അതായത് ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗമാണ്. നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇത് ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടാണ്. ആ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ വീട് പക്ഷേ ഏറ്റെടുക്കാമെന്ന ഉറപ്പ് നേരത്തെ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടവും ദേശീയപാത അതോറിറ്റിയും നൽകിയതാണ്. പക്ഷേ അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ആ വീട് തകർച്ചയിലാകും അല്ലെങ്കിൽ ആ വീട് തകരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം മുതൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഏറ്റെടുക്കാമെന്ന ഉറപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസം മാത്രമാണ് അവർ ആ വീട്ടിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞത്. മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറിയിരുന്നു. പക്ഷേ ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസമാണ് എടുത്തു മാറ്റിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത് തകർന്നു വീണത്. അതുകൂടാതെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ നേരെ തൊട്ടടുത്ത് കൂടിയുള്ള ആ വീട് യഥാർത്ഥത്തിൽ ഈ തകർച്ചയിലായതിനു ശേഷം അവരെ മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത്. ഈ കാണുന്ന വീടും ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതല്ലാതെ എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ഇത്രയും വലിയ മണ്ണ് നീക്കമാണ് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഇത് ഒരു സിമെൻറ്റ് നെയിലിംഗ് മാത്രമാണ് ചെയ്യുന്നത്. അത് എന്തെങ്കിലും തരത്തിൽ ഉറപ്പില്ല. വലിയ ആഴത്തിലാണ് മണ്ണെടുത്തിരിക്കുന്നത്. ഒപ്പം ഇവിടെ ഈ കാണുന്ന ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി, ഇങ്ങോട്ടേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഒരു മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ അപകടാവസ്ഥയിലാണ്. ആ വീട് എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതുകൂടി കാണണം. ഒപ്പം ഇവിടെ തന്നെ ഏതാണ്ട് ഒരു 6 മാസമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഇവിടെയുള്ള ഗതാഗതമടക്കം തടസ്സപ്പെട്ട് കിടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ വീടിൻ്റെ, അതായത് ഈ തകർച്ചയിൽ ഏത് സമയവും തകരാം എന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന വീട്ടുടമ കൂടിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോടു കൂടി ചോദിക്കുക. അതായത് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഈ താഴേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ കാണാം, വലിയ തോതിൽ മണ്ണെടുത്തിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ സമാനമായി ദേശീയപാതയിലെ പല സ്ഥലങ്ങളിലും ഈ ഇടങ്ങളിൽ ഇത്ര ആഴത്തിൽ മണ്ണെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ മുൻകൂട്ടി അത്തരം സ്ഥലങ്ങളിൽ സ്ഥലങ്ങളൊക്കെ അപകടാവസ്ഥയിലാകുന്ന വീടുകൾ ഏറ്റെടുക്കേണ്ടതാണ്. അതായത് യഥാർത്ഥത്തിൽ വലിയ ഒരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി എന്നും വേണം പറയാൻ. കാരണം ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപാണ് നാട്ടുകാരും മറ്റും ഇടപെട്ട് ഇവരുടെ വീട് കൂടി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ ഒരു ഏറ്റെടുക്കലിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. ചേട്ടാ, ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഇത് ഉപേന്ദ്രൻ ചേട്ടനാണ്, അദ്ദേഹത്തിൻ്റെ വീടാണ് അപകടാവസ്ഥയിൽ നേരെ എതിർഭാഗത്ത് ഉള്ളത്. ഈ മണ്ണിടിയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങളോട് മാറണമെന്ന് ആവശ്യപ്പെട്ടില്ല? ഇല്ല, അവനോട് മാറണമെന്നൊന്നും നമ്മൾ മാറിയതല്ലാണ്ട് ഇവർ അക്കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് ഈ സംഭവം ഉണ്ടാകാനുള്ള അതായത് ആ വീടും യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് മാറണമെന്ന് പറഞ്ഞത്. അവർ ഹൈവേ ഏറ്റെടുത്തില്ല. ഈ മറിഞ്ഞു വീണ വീട് പോലും ഹൈവേ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാണുന്നില്ല നിങ്ങൾ, ഇത്രയും സ്റ്റീപ്പായിട്ട് പോലും ഹൈവേ അധികൃതർ ആ വീട് ഇതുവരെ ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ. നെയിലിംഗ് മാത്രമാണ് ചെയ്യുന്നത്, അതൊന്നും ഒരു സുരക്ഷ എന്നുള്ള ഇത്രയും ആഴത്തിൽ അല്ലേ? ഒരു സുരക്ഷിതത്വം അക്കാര്യത്തിലില്ല. നാട്ടുകാരോട് ഇവർ നൽകിയ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ 3 മാസത്തിനകം തന്നെ നമ്മൾ പണി പൂർത്തീകരിക്കും, മഴയ്ക്ക് മുമ്പേ എല്ലാ വർക്കും തീർക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇവർ പിന്നെ നാട്ടുകാരോട് പറഞ്ഞത്. റോഡ് അടച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 4 മാസത്തോളം. മാത്രമല്ല ജനങ്ങൾക്ക് ഇതുവഴി വാഹനം പോയിട്ട് ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളൊക്കെ ഇവിടെ വന്നിരുന്നില്ല. അപ്പോൾ അവരെന്താ പറഞ്ഞത്, നിങ്ങളോട് എന്താ പറഞ്ഞത്? കാരണം നിങ്ങൾ ഇതുവരെ മാറി താമസിച്ചിട്ടില്ല, ഭൂമി ഏറ്റെടുത്തിട്ടില്ല. എന്നോട് പറഞ്ഞത് ഇന്നലെയാണ് അവർ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ തൽക്കാലം ഇന്ന് ഇവിടെ താമസിക്കരുത്, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യം അതായത് മതിലുൾപ്പെടെ മാത്രമല്ല, ഇത് റോഡാണ്. ഈ റോഡ് കംപ്ലീറ്റ് പോയി എന്ന് മാത്രമല്ല, അവിടെ നിന്നൊരു 10-12 മീറ്ററോളം മുന്നിലാണ് ആ കാണുന്ന 2 ഗോസലോ എന്ന് വെച്ച ബോർഡുള്ളത്. ആ ബോർഡടക്കം ഇന്നലെ തകർന്ന് താഴെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷവും അവിടെ കുറച്ച് കല്ലൊക്കെ താഴെ. ഇന്നലെ വൈകുന്നേരം ഈ സംഭവം നടന്നതിന് ശേഷം രാത്രിയാണ് ഈ വലിയ പാറക്കെട്ടുകളെല്ലാം പിന്നെ അവിടെ നിന്ന് ഇടിഞ്ഞ് ഈ പില്ലറിൻ്റെ മുകളിൽ ഇപ്പം തങ്ങി നിൽക്കുക. അപ്പോൾ ആ പില്ലർ പോലും അങ്ങേയറ്റം അപകട അവസ്ഥയിലാണിപ്പം ഉള്ളത്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ തകർന്നു കിടക്കുന്നത് കാണുന്ന ആ വീട് പോലും ഏറ്റെടുക്കാമെന്ന ഉറപ്പ് കുറച്ച് നാളുകൾക്ക് മുൻപ് മാത്രം, കാരണം നമ്മളടക്കം ഇവിടെ ഒരു അപകടാവസ്ഥയൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം മാത്രമാണ് ജില്ലാ ഭരണകൂടവും ദേശീയപാത അതോറിറ്റിയും ഉണർന്ന് പ്രവർത്തിക്കുകയും ആ വീട് എന്തായാലും അപകടാവസ്ഥയിലാകും. 4 ദിവസം മുമ്പെയാണ് ഈ വീട്ടിലുള്ള ആളുകൾ മാറ്റി പാർപ്പിച്ചത്. അതുവരെ ഇവരൊരു തീരുമാനവും എടുക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്.
അത് അവർ ഇന്നലെ അവിടെ സാധനങ്ങൾ മാറ്റുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. എന്തോ കഷ്ടിച്ചാണ് അവർ ഇന്നലെ രക്ഷപ്പെട്ടത്. അതുകൂടി എടുത്തു പറയണം. അതായത് അവർ ഈ വീട്ടിൽ നിന്ന് ആദ്യം മാറി അതിനുശേഷം ഈ അവരുടെ വീട്ടിലുള്ള വസ്തുവകകളും സാധന സാമഗ്രികളും ഒക്കെ അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വേണ്ടി മാറ്റാൻ വന്ന് എടുത്ത് അത് പുറത്തിറങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ 5 മിനിറ്റിനകം തന്നെ ഈ പറഞ്ഞ ഒന്നാമത്തെ പൊട്ടലാണ് ഉണ്ടായത്. രണ്ടാമത്തെ പൊട്ടലിലാണ് എൻ്റെ വീട് ഉൾപ്പെടെയുള്ള ഭാഗം കംപ്ലീറ്റ്. ഉപേന്ദ്രൻ ചേട്ടൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അധ്വാനമൊക്കെ രണ്ട് നില വീടാണ്. ഞാനിപ്പം 4 വർഷമായിട്ടുള്ള പുതുതായിട്ട് വീടെടുത്തിട്ട്. അപ്പോൾ ഹൈവേ ഇതിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിന് റോഡിന് അപ്പുറമാണ്. അതായത് സാധാരണ പോകുന്ന പൂയോട് ആറ്റടപ്പ റോഡിൻ്റെ തൊട്ട് വലത്ത് ഭാഗത്താണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അതൊരു പേടിക്കേണ്ട ഒരു അവസ്ഥയില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ വീട് അങ്ങനെയാണ് വിശ്വസിച്ചത്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഈ ദൗർഭാഗ്യകരമായ ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അത് കൂടുതൽ ഭീകരമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം എത്ര ആഴത്തിൽ മണ്ണെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എത്ര മീറ്റർ അകലേക്ക് ഈ റിസ്ക് ഉണ്ടാകും എന്നത് അനുമാനിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് പോലും ആ വീട് 4 ദിവസം മുൻപാണ് അവരെ മാറ്റിപ്പാർപ്പിച്ചത്. ഒപ്പം ഉപേന്ദ്രൻ ചേട്ടന് കാണാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു അധ്വാനം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു വീടാണ്, നല്ലൊരു വീടാണ്. പക്ഷേ ആ വീട് ഇപ്പോൾ അവിടെ താമസയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ്. ഇന്നലെ സ്വയം മാറി താമസിക്കുകയാണ് ചെയ്തത്. കളക്ടർ ആവശ്യപ്പെട്ടു. പക്ഷെ മറ്റെന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടോ? കാരണം നമ്മുടെ ഒരു സമ്പാദ്യം മുഴുവൻ ഒരു ഉറപ്പും ഈ ദേശീയപാത അധികൃതരോ അല്ലെങ്കിൽ കളക്ടറോ ഈ കാര്യത്തിൽ തന്നിട്ടില്ല. തൽക്കാലം നിങ്ങൾ ഇന്നലെ താമസിക്കരുതെന്ന് പോലീസും അതുപോലെ തന്നെ കളക്ടറും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തൊട്ടടുത്ത വീട്ടിലേക്ക് താമസം മാറ്റിയത്. അതീവ വിഷമകരമായ ഒരു സാഹചര്യമാണ്. ജില്ലാ ഭരണകൂടവും ദേശീയപാത അതോറിറ്റിയും മനസ്സിലാക്കേണ്ടത് പെട്ടെന്നൊരു ദിവസം ഈ വീട്ടിൽ നിന്ന് താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ ജീവനും സ്വത്തിനും എന്തുറപ്പാണ് ജില്ലാ ഭരണകൂടവും ദേശീയപാത അതോറിറ്റിയും നൽകുന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. നമുക്ക് ഈ ഒടുവിൽ ഈ ദൃശ്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ അത്രയും അപകടം നിറഞ്ഞൊരു സാഹചര്യമാണ്. ഇവിടെ ഈ പണി പോലും തുടരാൻ കഴിയാത്ത, കാരണം അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് വാഴയൊക്കെയാണ്, അത് വീടിന് മുറ്റത്ത് നിന്നൊക്കെയാണ് ഇങ്ങോട്ട് ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുക. അത്രയും അപകടകരമായ സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ ഇവരുടെ നഷ്ടപരിഹാരം ഉറപ്പാക്കുക, അടിയന്തരമായ ഇടപെടൽ, കുറച്ചുകൂടി ഇവരെ വിശ്വാസത്തിലെടുത്തുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട്. എസ്.കെ. ഓക്കെ, സജു ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ഇർവിൻ പറയുന്ന പോലെ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു. എത്ര അപകടകരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദേശീയപാത അതോറിറ്റി എത്രയോ കോടികളാണ് ഈ പലരെയും ഒഴിപ്പിക്കുന്നതിനും റോഡ് വികസിപ്പിക്കുന്നതിനുമായിട്ട് ചെലവഴിക്കുന്നത്. എന്നാൽ ഈ ദേശീയപാത വരുന്നതുകൊണ്ട് ചില പാവങ്ങളുടെ ജീവിതം നാറാണക്കല്ല് വീഴ്തു പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ചില കേസുകളിൽ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇവർ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ ആകെ സമ്പാദ്യം മുഴുവൻ പെട്ടെന്നൊരു ദിവസം നാഷണൽ ഹൈവേ ഇരച്ചു വാങ്ങി വരുന്നു. അതോടെ ഇവരുടെ ജീവിതം കുട്ടിച്ചോറാകുന്നു. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി തീർച്ചയായിട്ടും ഇത്തരം ആളുകളെ കൂടി സംരക്ഷിക്കണം. കാരണം അവർ ഈ റോഡ് വികസനത്തിന് ചിലവാക്കുന്ന ദശലക്ഷക്കണക്കിന് കോടികളുടെ കണക്ക് നമ്മൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അതിനകത്തൊരു ചെറിയ പൈസയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ഇവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം. കാര്യം ഈ സാധാരണ മനുഷ്യർക്ക് ഈ നാഷണൽ ഹൈവേ കൊണ്ട് വലിയ ഗുണമുണ്ടാകുമെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതം പോവും എന്ന് മറുപടി ഒരിക്കലും ലഭിക്കരുത്. അവർക്ക് കൂടി കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു വികസന പദ്ധതി ആയിരിക്കണം. സാധാരണക്കാരന് വികസനം വന്നാൽ ജീവിതം അപകടത്തിലാകും എന്ന ഒരു ഇക്വേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ വികസനത്തെ എതിർത്തു തുടങ്ങും. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.